ഇന്നത്തെ ദിവസം ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നതിന്റെ റീസൺ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഈ വ്ലോഗ് നോക്കുമ്പോഴും ഞാൻ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇമോഷൻസും എനിക്ക് തീർച്ചയായിട്ടും റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അത്രയും സ്പെഷ്യലാണ് ഇന്നത്തെ ദിവസം. സമയം രാവിലെ ഒരു 6:20 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നെൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു. നല്ല ടെൻഷനിലാണ് പോരണേ, എന്നാലും കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ മോട്ടിവേഷൻ വേറെ ലെവലായിരുന്നു. അങ്ങനെ എനിക്കിന്ന് ലൈസൻസ് കിട്ടി. ഇങ്ങോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടണേ എന്നുള്ള പ്രാർത്ഥന നല്ലോണം ഉണ്ടെങ്കിലും കിട്ടും എന്നുള്ള ഉറപ്പൊന്നുമില്ല. പക്ഷെ സാധനം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എന്താ പറയണേ, എനിക്ക് MBAൻ്റെ റിസൾട്ട് വന്നപ്പോൾ പോലും ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. വളരെ അധ്വാനിച്ച് നേടിയിട്ടുള്ള ഒരു ഫീലാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള പോലത്തെ ഒരു സന്തോഷമാണ് കേട്ടോ. നേരെ ഇന്ന് രാവിലെ കിട്ടിയ ബർത്ത്ഡേ ബൊക്കെയൊക്കെ ആയിട്ട് ഓഫീസിലെത്തി. ഉച്ചക്കത്തെ ബ്രേക്കിന് നമുക്കൊരു ഫലൂദ കഴിക്കാമെന്ന് പ്ലാനാക്കി. ഫലൂദ നേഷനിൽ 30% ഓഫ് ഉണ്ട് നമ്മളുടെ ബർത്ത്ഡേക്ക്. മോർ ദാൻ ദാറ്റ്, ഇന്ന് ലൈസൻസ് കിട്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡ്രൈവാണ്. ഷേഖ് സാദ് റോഡിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും കൊത്തിയോടെ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ മനസ്സിലോർക്കും, എന്നാണോ ആവോ ഞാൻ എന്ന്. എൻ്റെ കൂടെ ഇരിക്കുന്നവരെന്നെ കളിയാക്കിയിട്ട് എൻ്റെ അടുത്ത് പറയും, ആ എന്താണാവോ നീയൊക്കെ ഡ്രൈവ് ചെയ്ത് ഞങ്ങളൊക്കെ സൈഡിലിരുന്ന് പോവാന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ടീസിങ് ഉണ്ടായിരുന്നു, മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അറ്റ് ദി എൻഡ് ഇതിങ്ങോട്ട് കയ്യിൽ കിട്ടി. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് തുള്ളിച്ചാടാനാണ് തോന്നണത്. ഓരോ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ വണ്ടീൻ്റെയും തട്ടാതെ മുട്ടാതെ നമ്മൾ എത്തുമ്പോൾ ഒക്കെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഡെത്ത് ബൈ ചോക്ലേറ്റും അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ഫലൂദ. ഈ ടെൻഡർ കോക്കനട്ട് മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആദ്യം വന്നത് നമ്മളുടെ ഡെത്ത് ബൈ ചോക്ലേറ്റ് ആണ്. എന്താദ്യം വരുന്നോ അത് നമ്മൾ കഴിച്ചു തുടങ്ങുക എന്നുള്ളതാണല്ലോ. മീൻ ടൈം എൻ്റെത് വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സംഭവം തിരിച്ചങ്ങോട്ട് വാങ്ങി കഴിപ്പ് തുടങ്ങി. കാരണം ക്വാണ്ടിറ്റി നമ്മുടെ ആയിരുന്നു കൂടുതൽ. ആ സെൽഫിഷ് മീ, അല്ലാതെ എന്ത് പറയാനാണ്. എന്താണെന്നറിയില്ല, ഈ ഡെസേർട്ട്സിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ്. സംഗതിയൊക്കെ കഴിഞ്ഞ് ഓഫീസിലെത്തി. ഇന്ന് വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് HSBC എന്നുള്ള കുറച്ച് പ്രൊഫഷണൽസിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് ഹൗ ടു മാനേജ് ആർ പേഴ്സണൽ ഫിനാൻസ്. ഞാൻ ഈ കാര്യത്തിനകത്ത് അത്ര മോശമൊന്നും അല്ല കേട്ടോ. അതിനെ കൊണ്ട് തന്നെ ഇത് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. ഇറ്റ് ആഡഡ് എ ലോട്ട് ഓഫ് വാല്യൂ എന്ന് എനിക്ക് ഫീൽ ചെയ്തു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. പിന്നെ അടുത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. നമ്മളെ ഓഫീസിൽ ആ ഒരു മാസം ബർത്ത്ഡേ അല്ല, എല്ലാ ആൾക്കാരിൻ്റെയും ബർത്ത്ഡേ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യും. ഫോർച്ചുനേറ്റ്ലി ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയായിരുന്നു ഈ സെലിബ്രേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ നടുക്ക് നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എൻ്റെ ടീം തന്നെ എനിക്കൊരു സെപ്പറേറ്റ് ഒരു കേക്കും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വല്ലാത്ത ഹാപ്പിനെസ്സാണ്. നമ്മളെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി ആരെങ്കിലുമൊക്കെ ഓർക്കണോ, അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു എന്നൊക്കെ ഉള്ളത് വലിയ വലിയ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ്. എനിക്കിതിനകത്തൊക്കെ ഒരുപാട് സന്തോഷവും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള പോലത്തെ ഒരു മനുഷ്യത്തെയാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ കൂടെ തന്നെ അവരെനിക്കൊരു ഫ്ലവറും തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു പ്ലാന്റ്. ഞങ്ങൾ ഈ ഇടയായിട്ട് ഈ ബൊക്കെ കൊടുക്കുന്ന പരിപാടി കുറച്ചൊന്ന് കുറച്ചിട്ട് പ്ലാന്റ്സിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. പുതിയ പുതിയ പരിഷ്കാരങ്ങൾ. പിന്നെ നമ്മളുടെ കുഞ്ഞുമണി ആയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ, അത് അവൾ എന്നെക്കാട്ടിലും വെയിറ്റിംഗ് ആയിരുന്നു. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഷി വാസ് സച്ച് എ ഹാപ്പി ഗേൾ ബേസിക്കലി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ ചോദ്യം, മമ്മ നെക്സ്റ്റ് ബർത്ത്ഡേ ആരുടെയാണ്, എൻ്റെയോ മമ്മയുടെയോ പപ്പാടെയോ? ഓ, ഐഷുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ ഐഷുവും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങോട്ട് കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചവരോടും എൻ്റെ കൂടെ നിന്നവരോടും എല്ലാവരോടും. അപ്പോൾ ശരി, ബൈ.